വാദ്യ സെമിനാറിന് ക്ഷണിച്ചതിൽ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു തുടങ്ങട്ടെ. ഒരു ഭാരിച്ച ഇത്രയും മദ്ദളത്തിൻ്റെ മഹാമനീഷിയായ കുട്ടിക്കുളാശാനെ പറ്റി പറയുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഗുരുനാഥനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായി ഗുരുനാഥനെ നോക്കിക്കണ്ടത് എൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിത്രം. ഗുരുനാഥൻ അബ്ദുള്ളാശാൻ നടുക്കിരുന്ന് രണ്ട് പുറത്തും അച്ഛനും അതുപോലെ ചെറുപ്പത്തിൽ ശിവാശാനും അതുപോലെ നാരായണനാരാശാൻ രണ്ട് ഭാഗത്ത് നിൽക്കുന്നൊരു ഫോട്ടോ ആണ് കുട്ടിക്കാലത്ത് കാണുന്നത്. അന്ന് മേൽമുഴം വരച്ച് വസ്ത്രമുറിയൊക്കെ തൊട്ട് ആ വീരശൃംഖല കെട്ടിയ ഇടുപ്പില് ആ വീരശൃംഖല കാണക്കത്ത രീതിയിൽ കൈ വെച്ചുകൊണ്ട് ഇരിക്കുന്നത്. അന്നാണ് ഞാൻ അച്ഛനോട് ചോദിക്കുന്നതായി ഇത് അങ്ങനെയാണ് കുട്ടിക്കുളാശനാണ് എന്ന് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇനി അതവിടെ നിർത്തിക്കൊണ്ട് ഞാൻ കുട്ടിക്കുളാശാന്റെ കാര്യത്തിലേക്ക് കടക്കണം. ആശാൻ മദ്ദളകൊട്ടില് ആദ്യം തിരുവില്ലാമല അമ്പലത്തില് അദ്ദേഹം കല്ലിൽ കൊട്ടി നിരന്തരം കല്ലിൽ കൊട്ടി ചോര വാർന്ന സന്ദർഭത്തിലാണ് ഈ കൊട്ടിനോടുള്ള ഭ്രമം വീട്ടിൽ മനസ്സിലാവുന്നതും തുടർന്ന് അദ്ദേഹത്തെ വെങ്കിച്ച സ്വാമി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം വെങ്കിച്ച സ്വാമിയുടെ നിർദ്ദേശപ്രകാരം വെങ്കിച്ച സ്വാമിയാശാൻ കലാമണത്തേക്ക് വരുമ്പോൾ കൂടിയിട്ട് കുട്ടിക്കുളാശാനും കലാമണത്തിൽ വന്ന് ചേരുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ആശാനെ കാണുന്ന സന്ദർഭത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. ഞാൻ മദ്ദളകൊട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വേണ്ടി ആദ്യം ദക്ഷിണ വെക്കാൻ പോയ സമയത്താണ് ആശാനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നീട് ഞാൻ അച്ഛൻ്റെ കീഴിൽ മദ്ദളം പഠിക്കുകയും തുടർന്ന് പിന്നെ കലാമണ്ഡലത്തിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഗുരുനാഥൻ ഇവിടെ അബ്ദുള്ളാശാൻ ഇവിടെ വിസിറ്റിംഗ് പ്രൊഫസറായി വന്ന കാലമാണ്. അപ്പോൾ അച്ഛൻ അബ്ദുള്ളാശാനോട് പറഞ്ഞു, എനിക്ക് ആശാന്റെ കീഴിൽ പഠിക്കാൻ സാധിച്ചില്ല. കാരണം കുട്ടിക്കുളാശാന്റെ ശിഷ്യനാണ് പാലൂർ അച്യുതനാരാശാൻ. അച്യുതനാരാശാന്റെ കീഴിലാണ് എൻ്റെ അച്ഛൻ പഠിച്ചത്. അപ്പോൾ അച്ഛൻ്റെ ഗുരുനാഥന്റെ കീഴിൽ പഠിക്കാനുള്ള ഒരു സൗഭാഗ്യം എനിക്കന്നുണ്ടായി. അന്ന് അച്ഛൻ ഒരു വാക്ക് പറഞ്ഞതിന്റെ മാത്രം കൊണ്ട് അവസാന ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ കുട്ടിക്കുളാശാന്റെ കീഴിൽ എനിക്ക് പഠിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു മഹാഭാഗ്യമുണ്ട്. ഇനി ആശാൻ പഠിപ്പിച്ചിരുന്ന ഒരു സമ്പ്രദായം, അതിലേക്ക് ഞാൻ കടക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്പീശൻകുട്ടി ആശാന്റെ ഒക്കെ പഠിപ്പിച്ച രീതികളെ കുറിച്ച് പറഞ്ഞതിൽ തികഞ്ഞും വ്യത്യസ്തമായ രീതിയിലാണ് ആശാൻ പഠിപ്പിച്ചിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്പീശൻകുട്ടിയെ കഴിഞ്ഞാൽ പഠിച്ചില്ല, പറഞ്ഞു കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. അബ്ദുള്ളാശാൻ ചീത്ത പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ നമ്മളെ അടിക്കുന്നു തോന്നുന്ന തരത്തിൽ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുക, മുട്ടിയെടുത്ത് എറിയണ പോലെ കാണിക്കുക, മുട്ടിക്കിട്ടിരിക്കില്ല. ഈ രീതിയിലായിരുന്നു ആശാന്റെ ഒരു ശിക്ഷാസമ്പ്രദായം. ഓടി വന്ന് മുട്ടി കൊണ്ട് വന്ന് ഇവിടെ വന്ന് കിളിപ്പെടുന്നു. ഈ രീതിയിലാണ് ആശ നമ്മളെ ശിക്ഷിച്ചിരുന്നത്. പിന്നെ ഒരു വായത്താരി പറഞ്ഞു തരുന്ന സമ്പ്രദായം, അത് എങ്ങനെയാണോ ആശാൻ മദ്ദളത്തില് അതിനെ ക്രമപ്പെടുത്തി ചെയ്യുന്നത് അതേപോലെ വായിക്കും. അങ്ങനെ ആശാൻ അങ്ങനെ തന്നെ കൊള്ളണം. അത് ഒരു പ്രാവശ്യമല്ല, അത് ആശാൻ ശരിയാവുന്ന ആശാന്റെ മനസ്സിൽ എങ്ങനെയാണ് ആ വിമൃതക്കണ തകർത്തി നിൽക്കുന്നത് അതേപോലെ അത്രയും ആവർത്തി നമ്മളെ പൊട്ടിച്ച് ശരിയാക്കും. മാത്രല്ല അപ്പുറത്ത് നോക്കിയിരിക്കുന്ന നമ്മുടെ താഴെയുള്ള ജൂനിയറായ ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കണം. അവരിതുപോലെ ആവാൻ പറയുന്നത് ആവർത്തിക്കണം. അപ്പോ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കാലഘട്ടത്തില് നേരത്തെ പറഞ്ഞ സ്ഥാപനവൽക്കരിക്കുന്ന
അതിങ്ങനെ കൊട്ടും ദിവസങ്ങളോളം. കൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴാണ് ഇത് ഇടകാലത്തിലുള്ളതാണ്, ഇത് ഇന്നതിനുള്ളതാണ്. നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ, ഇന്നതിനെ മനസ്സിലായി കഴിഞ്ഞാൽ അത് കൂടുതൽ കൊട്ടില്ല എന്നുള്ള സങ്കല്പത്തിലായിരിക്കാം. നിരന്തരം അത് ആവർത്തിച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു സമ്പ്രദായം. മാത്രമല്ല, വായ്ത്താരികളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ച് ശേഷം മാത്രമാണ് ഗുരുനാഥൻ അന്ന് ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആശാന്റെ കൂടെ കുറച്ച് കളികൾക്കും ഒക്കെ നമ്മൾ ഇപ്പം ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ഏകദേശം ഒരു 75 വയസ്സോളം ആശാനായിട്ടുണ്ടാവും. കലാമണ്ഡലത്തിൽ ഞാൻ ആശാന്റെ കീഴിൽ പഠിക്കാൻ ഒരു 75 വയസ്സ് ഏകദേശം സമയമായിട്ടുണ്ടാവും. അന്നും ആശാന്റെ കൊട്ടിനെ നമ്മൾ കാണുമ്പോൾ കനത്തിനൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ സദന ഹരികുമാറായിട്ട് ഒരു കാര്യം പറയാറുണ്ട്. ഇപ്പോ കൊട്ട് ചിറ്റ് മദ്ദളത്തിൽ വീഴുന്ന ശബ്ദം അല്ല ആശാന്റെ കേൾക്കുക, അതിന്നുണ്ടാകുന്ന നാദം. ഇപ്പൊ ഈ സ്ട്രിങ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ പറയാം, വിരല സ്ട്രിങ്ങിൽ കൊള്ളുന്ന സമയത്ത് ഒരു വിരട്ടിങ്ങുന്ന ഒരു ശബ്ദം ഉണ്ടാവാം. അതേപോലെ ചിറ്റ് മദ്ദളത്തിൽ കൊണ്ടുള്ള ചില ആളുകളുടെ പറയുന്ന ശബ്ദം, അത് പ്രത്യേകിച്ച് ഈ മൈക്കൊക്കെ വയ്ക്കുമ്പോഴാണ് അത് കൂടുതലായിട്ട് ഒരു ശബ്ദം വേറെ പുറത്തേക്ക് കേൾക്കും, കൊട്ടിൻ്റെതല്ലാത്ത ശബ്ദം. അപ്പുള്ളാശന്റെ കൊട്ടിൽ നിന്ന് ആ നാദം മാത്രമാണ് പുറത്തേക്ക് വരുന്നത്. പിന്നെ ഒരുപാട് കൈ പൊന്തിച്ച് ആങ്ങി ഓങ്ങി കൊട്ടുന്ന ഒരു സമ്പ്രദായം ആശാൻ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരു കാലത്ത് കൃഷ്ണകുട്ടിപ്പൊള്ളാശന്റെ നേർഗോലിന് സമം നിൽക്കാൻ അപ്പുട്ടിപ്പൊള്ളാശന്റെ മദ്ദളം മാത്രമേ ശക്തി ഉണ്ടായിരുന്നു. വേറെ ആരും അതിന് പ്രാപ്തമായിരുന്നില്ല. അല്ലെങ്കിൽ എന്തോ ഞങ്ങളൊക്കെ, എനിക്ക് പറഞ്ഞു കേട്ട അറിവാണ് ഒരു കാലത്തുള്ളത്, കുറച്ച് മാത്രമാണ് ഞാൻ ആശാന്റെ കണ്ടത്. അപ്പൊ ആ കാലത്ത് അച്ഛനെ പോലെ അല്ലെങ്കിൽ അല്ലാത്ത ഇപ്പൊ കോട്ടക്കരി വീടിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്ന ആ കൊട്ടിന്റെ ശക്തി എത്ര കണ്ട് ആ ചെണ്ടക്കാരന്റെ കൊട്ടിനെ ഒന്നും കൂടി ഉയർത്താൻ പാകത്തിന് വളരെ കുറഞ്ഞ ഇടങ്ങൾ നൽകുന്ന സ്വഭാവക്കാരനാണ് കൃഷ്ണകുട്ടിപ്പൊള്ളാശൻ. നമ്മുടെ നേരത്തെ കലാധരയുടെ സൂചിപ്പിച്ചു. ആ കുറഞ്ഞ ഇടത്തിൽ കൂടി ആ മദ്ദളക്കാരൻ ചെയ്യേണ്ട ദൗത്യം കൃത്യമായി വിനിയോഗിക്കാൻ അപ്പുട്ടിപ്പൊള്ളാശന് സാധിച്ചിരുന്നു എന്നുള്ളത് വളരെ ഇതായിട്ടുള്ള കാര്യം. കൃഷ്ണകുട്ടിപ്പൊള്ളാശൻ നന്നായിട്ട് അറിയാം. കാരണം കൃഷ്ണകുട്ടിപ്പൊള്ളാശൻ കെട്ട് കെട്ട് കൊട്ടിട്ട് വിട്ടു കൊടുത്താൽ ചെണ്ട കൊട്ടുന്നതിനേക്കാൾ 4 ഇരട്ടി ശക്തിയിൽ അപ്പുട്ടിപ്പൊള്ളാശൻ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അത് കൃഷ്ണകുട്ടിപ്പൊള്ളാശൻ അറിയാം. പക്ഷെ കൃഷ്ണകുട്ടിപ്പൊള്ളാശനെ പോലെ ആജ്ഞാശക്തിയോ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള പ്രാപ്തിയോ അപ്പുട്ടിപ്പൊള്ളാശനില്ല. ഇപ്പൊ എന്തെങ്കിലും എന്താ വെച്ചാൽ കൃഷ്ണകുട്ടി ചെയ്യുന്ന പോലെ ഞാനും ചെയ്യാം, അല്ലെങ്കിൽ എന്നുള്ള ഒരു ചെണ്ടയോട് സമം ചേരുന്ന പോലെ അപ്പുട്ടിപ്പൊള്ളാശൻ അനുസരണയോട് ഒരു കുട്ടിയായിട്ട് അവിടെ നിന്നിരുന്നു എന്നുള്ളതാണ്. അല്ലാണ്ട് അവിടെ മദ്ദളത്തിന്റെ വാദകൻ ചെറുതായി എന്നുള്ളതായിട്ട് എനിക്കൊരിക്കലും തോന്നിയില്ല. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെണ്ടയോളം അല്ല മദ്ദളം അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇത് കൂട്ടായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. അത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളതും. പിന്നെ ആ കാലഘട്ടത്തില് ഇപ്പോ വിജയനായിട്ടോടെ സംസാരിച്ചപ്പോൾ കുറെ ജോഡികൾ ഉണ്ടായിരുന്നു, കൃഷ്ണകുട്ടിപ്പൊള്ളാശ, അപ്പുട്ടിപ്പൊള്ളാശ. ഇന്ന് എന്തെയാണ് ജോഡികൾ ഇല്ലാത്തത് എന്ന് ഒരു സംശയം പ്രബലമായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടെത്തിയ ഒരു കാരണമായിട്ട് അതിന് വേണ്ടത് പറയാം. ജോഡികളൊക്കെ ഉണ്ട്. അപ്പോ വാസുവാശൻ, ശ്രീധരാശൻ, കേശവാശൻ, ശങ്കരവാശൻ ആൾക്കാര്. ഇപ്പോ രവിയണ്ണും ഉണ്ണിഷാശാനും പോലുള്ള കുറച്ചും കൂടി മുന്നോട്ട് വന്നപ്പോ മദ്ദളക്കാരന് എന്താ പറയാ, പഞ്ചവാദ്യത്തിന്റെ മേഖലയിൽ കുറച്ചും കൂടി അറിയപ്പെടാൻ സാധ്യത കൂടി. അപ്പൊ ഞാൻ മുഴുവനെ അനുസരിക്കേണ്ട ആളല്ല, മദ്ദളക്കാരിലേക്കും അല്ലെങ്കിൽ കുറച്ചും കൂടി അതിന് ഗൗരവപരമായ രീതിയിലുള്ള ചിന്ത, അവന്റെ സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാടിലേക്ക് മദ്ദളക്കാരൻ നീങ്ങിയത് കൊണ്ട് എന്തുണ്ടായി, എന്നും ഒരുമിച്ചുള്ള സമ്പർക്കം കുറഞ്ഞു. പണ്ടിപ്പോ കൃഷ്ണകുട്ടിപ്പൊള്ളാശൻ ഉണ്ടാവും, ഇന്നിപ്പോ ഉണ്ണിഷാശൻ ഉണ്ടെങ്കിൽ രവിയേട്ടൻ ഉണ്ടായിക്കോണമെന്നില്ല. ചിലപ്പോ ഞങ്ങളെ പോലെ ആരെങ്കിലും പോകും. അപ്പൊ ആശാൻ സഹിച്ചേ പറ്റുള്ളൂ. ആ കാലഘട്ടം ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മദ്ദളക്കാരൻ അവരുടേതായ വേറൊരു മണ്ഡലത്തിലേക്ക് മാറിയത് കൊണ്ടായിരിക്കാം ഇതുപോലുള്ള ഒരു
ജോഡികളുടെ എന്നാൽ ആവശ്യമനുസരിച്ച് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു താരതമ്യം പറഞ്ഞു. ഒരു കാലഘട്ടം മാറി വന്നതിന്റെ പല ചോദ്യങ്ങളും ഇങ്ങനെ ഉന്നയിക്കാറുണ്ട്. അത് ഈ കൂട്ടത്തിൽ പറഞ്ഞതുള്ളൂ. പിന്നെ ആശാന്റെ ഈ ചില സാധനം പൊട്ടുന്നതിന്റെ ചില പ്രത്യേകതകൾ നമ്മള് ഇപ്പോ എന്ന് പൊട്ടാണെങ്കിൽ ആശാൻ അതിനെ അങ്ങനെ അതിനെ ഒന്ന് എന്താ പറയാ ഒന്ന് പിടിച്ച് അല്ലെ അതിന് അലൈൻമെന്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി താളത്തിലായിരിക്കും സംഗതി. തകണ്ടാക്കാതിരിക്കണം. അപ്പോ ഞാൻ ആശാനോട് ഒരു പ്രാവശ്യം വേണമെന്നുള്ളത്. അപ്പൊ ഈ ആശാൻ തകണ്ടാക്ക സ്ഥിരം പൊട്ടാണ്. അപ്പൊ കളിയിൽ തകണ്ടാക്കാതിരിക്കണം. അങ്ങനെ ഉള്ള സാധനത്തിനെ ഇതിന്റെ മുകളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ആശാൻ പൊട്ടിയിടുന്നുണ്ട്. ആശാൻ പുതുമകൾ പൊട്ടാറില്ല എന്നൊക്കെ പറയും. പക്ഷെ പഴമയിൽ നിന്ന് പുതുമ കണ്ടെത്തുന്ന ഒരു സമ്പ്രദായം ആശാനുണ്ട്. അപ്പൊ പൊട്ടുന്നത് സംഗതി വേറൊരു സാധനം ചെയ്തു. നിലവിലുള്ള സത്ത നഷ്ടപ്പെടാതെ അതിനെ പരിരക്ഷിച്ചുകൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായം കൂടി. അപ്പോ നമ്മള് ആശാൻ അന്നേ അവരൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ട്. ഇല്ല നമ്മൾ വെറുതെ പറയുന്നു. പല കാര്യങ്ങളും അങ്ങനെ സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാം ഒരു ശ്രീകൃഷ്ണ കലാശം നമ്മളെ ഒക്കെ അതിനെ ഒന്ന് വക്രിച്ച് ചെയ്യുന്ന ഒരു സമ്പ്രദായം ആശാനുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ദേഷ്യപ്പെടുന്നതിന് പകരം ആശാന്റെ കുസൃതികളാണ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പോ കേളി കൊണ്ടുവന്നത് ചിലതൊക്കെ നമ്മൾ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ ഒരു കേളി കൊണ്ടിയാൽ എലത്താളം പിടിക്കാൻ പാട്ടുകാരാച്ചെങ്കിൽ താളം പഠിച്ച കൈ രണ്ട് പൊന്ന് ശിവ ശിവ എന്ന് പറയും എന്നുള്ള. അതുപോലെ ചെണ്ടക്കാരൻ സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ ആശാൻ തിരുന്നു നിൽക്കും. ഇതൊക്കെ ആശാന്റെ ഒരു കുസൃതികളാണ്. ചില ആളുകൾക്ക് ഒരു പരിമമായി നാളെ മാറാനുള്ള സാധ്യതകളുണ്ടാവും. ഇപ്പൊ കൃഷ്ണപിള്ളാശാൻ അബ്ദുള്ളാശാനുള്ള മേളത്തിനും വീഡിയോ ഒക്കെ നമ്മൾ കാണുമ്പോൾ പിന്നെ ഞാൻ അച്ഛനോടൊക്കെ ചോദിക്കുമ്പോൾ അവരുണ്ടാക്കുന്ന എന്ത് പൊട്ടിയോ അതെന്തായി എന്നുള്ളതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് ആസ്വാദകർക്ക് ആസ്വദിക്കാനുള്ള തലത്തിലേക്ക് ഒരരങ്ങിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിൽ 100% അവര് മികവ് പുലർത്തിയിരുന്നു. ആ എണ്ണങ്ങൾ പൊട്ടി വന്നു കഴിയുമ്പോൾ അവര് രണ്ട് സൈഡിലേക്ക് മാറുന്ന സമ്പ്രദായങ്ങളൊക്കെ അത് കാണികൾക്ക് ഉണ്ടാക്കുന്ന അപ്പൊ കൈയടിക്കും. ആ രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞത്. പിന്നെ വിജയശേഖരൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സംഗതി, ഇതില് കുട്ടിക്കുളാശൻ, നമ്പീശൻ കുട്ടിയാശൻ, പാലൂർ അച്യുതനാരാശൻ എന്നിവർ പഞ്ചവാദ്യം പൊട്ടിയിരുന്നില്ല. പഞ്ചവാദ്യം പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവര്. അപ്പൊ ഞാനതിലൊരു എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയുന്നത്, അതായത് ഈ പഞ്ചവാദ്യം വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിന് ഒരു 100 വർഷത്തെ ഒരു ചരിത്രമാണ് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കും. അപ്പൊ അത് വളർന്നു വരുന്ന കാലഘട്ടത്തില് ഇതിന്റെ ഇടയിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ അവര് സ്ഥാപനത്തില്, ഇപ്പോ നബീശൻകുട്ടിയാച്ചാനായാലും വേണ്ടില്ല, അപ്പുട്ടുകുളാശാനായാലും വേണ്ടില്ല, അച്യുതനാരാശാനും വേണ്ടില്ല, സ്ഥാപനത്തില് അവര് ജോലി സംബന്ധമായി നിൽക്കേണ്ടി വന്നു. അപ്പോ സ്ഥാപനത്തിൻ്റെതായ കഥകളിലേക്ക് പോകുന്നതിനാണ് കൂടുതൽ അവര് പൊട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ട് തന്നെയാണ് അപ്പുള്ളാശം പൊട്ടിയിട്ടുണ്ട്, നബീശൻകുട്ടിയാച്ചാനും പൊട്ടിയിട്ടുണ്ട്. അപ്പോ സ്ഥാപനത്തിലെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് കൂടെ ഈ പഞ്ചവാദ്യത്തിന് അവർക്ക് പോകാൻ സാധിക്കാവുന്നതാണ്. അവർ മടിയോണ്ടാണെന്ന് നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റില്ല. കൂടുതൽ അവസരങ്ങളിൽ കഥകളിയിലായിരുന്നു. പഞ്ചവാദ്യം ഉണ്ടെങ്കിൽ തന്നെ അവർ 5 മിനിറ്റ് പോലുള്ള ചുരുങ്ങിയ പഞ്ചവാദ്യങ്ങളാണ് ഉണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ടാണ് അവരതില് കൂടുതലായിട്ട് ഇല്ലാതിരുന്നുണ്ടാവുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. പിന്നെ ആശാനോട് എത്ര കണ്ട് നമുക്ക് ആശാൻ പറയുന്നത് പരിഭവം ഉണ്ടോ എന്ന് ഒരു പരീക്ഷിക്കുന്ന ഒരു സ്വഭാവം അബ്ദുള്ളാശാന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളോട് അന്ന് പല്ലൊക്കെ ഇല്ലാത്ത കാലമാണ്, ആശാൻ പല്ലൊക്കെ പോയി. അപ്പോ അടക്ക പൊടിച്ചിട്ട് ഇണകൾ നോക്കുള്ളൂ. അപ്പോ മിക്കവാറും കളരിയില് ഈ അടക്ക കഷ്ണത്തിൽ നമ്മള് ശ്രവണപ്പലകയുടെ അടിയിൽ ഇടിച്ചിട്ട് ഇത് പൊടിയാക്കിയിട്ട് കൊടുക്കണം. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ആശാന്റെ കൂടെ എറണാകുളം ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് പോകുന്ന സാഹചര്യം വന്നു. തിരിച്ച് കളി കഴിഞ്ഞ് വരുമ്പോ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരടക്കെടുത്ത് വന്നു, ഇത് കൊടുത്തോണ്ട് വാ. അപ്പൊ അതൊന്നും പറയാനേ, സ്വാഭാവികമായിട്ടും നമ്മളെന്താ ചെയ്യാം, അപ്പുറത്തൊക്കെ പോയി ഒരു കല്ലൊക്കെ എടുത്ത് അതൊക്കെ കഴുകി അതൊക്കെ പൊടിച്ച് ആശാന് കടലാസിലാക്കിയിട്ട് കൊടുത്തു. അപ്പൊ ആശാനെ നോക്കി, ഞാൻ വിചാരിച്ചത് അതപ്പൊ കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഇല്ലാതെ പഠിക്കാൻ വന്നു. ഇവരെ നോക്കി അത് പൊതിഞ്ഞ് ബാഗിൽ വെച്ചു. വേറെ പൊതി അപ്പോ ഞാൻ ഇത് പറഞ്ഞാൽ ഇവരിത് ചെയ്യോ, അതെനിക്ക് പറ്റില്ല എന്ന് പറയോ എന്ന് ആശാൻ ഒന്ന് പരീക്ഷിച്ചാൽ തോന്നി. അപ്പൊ ആ പരീക്ഷണത്തിൽ വിജയിച്ചു. ആശാൻ സന്തോഷമായി. ഞാൻ എപ്പോഴും കൊട്ടിനെ പറ്റി ആശാൻ പറയാറുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. കൊട്ടില് നിലം ഉണ്ടാവണം, അപ്പോഴേ നിലവാരം ഉണ്ടാവുള്ളൂ, എന്നാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. 3 നിലയെ പറ്റിയിട്ട് ആശാൻ പറയാറുണ്ട്. അങ്ങനെ ആശാന്റെ കൊട്ട് എന്നും നിലനിൽക്കും, ഇനിയുള്ള കാലം നിലനിൽക്കും, അതിനെന്നും നിലനിൽപ്പും ഉണ്ടാവും എന്നാണ് പറഞ്ഞുകൊണ്ട് നന്ദി. നമസ്കാരം.